ഫോണിങ് താ. ഞാൻ നിന്റെ ചേച്ചിയല്ലേ, പ്ലീസ് ആ ഫോൺ താപ്പു. മറിച്ച് ഞാൻ എന്ത് വേണേലും തരാം. ശരി, എനിക്ക് ഫോണിന് പകരമായിട്ട് എനിക്കൊരു കാര്യം പറഞ്ഞു തന്നാ മതി. എന്താ ചോദിക്ക്, ഞാൻ പറഞ്ഞുതരാം. ഇവനെങ്ങനെ പാസ്വേഡ് കിട്ടി? എന്റെ ഈശ്വര, എല്ലാം തീർന്നു. റിയ ചേച്ചി, ഈ നിൽക്കുന്നതല്ലേ എന്റെ ദിയ ചേച്ചി? ചേച്ചി ഉത്തരം പറ, എന്നിട്ട് ഞാൻ ഈ ഫോൺ തരാം. ഇനി ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ചേച്ചി തന്നെ പറഞ്ഞു തന്നാം. അതെ അപ്പു, ഞാൻ റിയ. ഇതാണ് നിന്റെ ചേച്ചി ദിയ. അപ്പൊ ചേച്ചി എന്തിനാ ജീവസാറിന്റെ വീട്ടിൽ നിൽക്കുന്നേ? പറയേച്ചി. ഞാനും ദിയയും ജീവസാറിന്റെ മക്കളാ. അപ്പോ ചേച്ചി തമാശ പറയുന്നല്ലോ. അല്ലപ്പോ, സത്യോ, ഞങ്ങളുടെ അച്ഛനാ അത്. അപ്പൊ അമ്മ?
സാറും അമ്മയും ഭാര്യയും ഭർത്താവുക? അതെ അപ്പു. അപ്പു, ഞാനൊക്കെ പറയാം. അപ്പു, അച്ഛനും അമ്മയും ജീവസാറും ഒക്കെ ഒന്നിച്ചാവോ? പിന്നെ എനിക്ക് ഈ വീട്ടിൽ സ്ഥാനം കാണില്ല. എന്നെ പറഞ്ഞയക്കും. അപ്പു, എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. എനിക്ക് ആരും ഇല്ലാതാവും. അപ്പു, അങ്ങനെയൊന്നും പറയാതെടാ. ഞാൻ പറയുന്നത് സത്യ. എല്ലാരും ഒന്നിക്കും. എനിക്ക് പക്ഷേ ആരും ഇല്ലാതാവും. ഞാൻ എന്നും രാത്രി ആലോചിക്കാറുണ്ട് ഞാൻ ആരാണെന്ന്. ഈ അമ്മ എന്റെ അമ്മയാണോന്ന്, ഈ അച്ഛൻ എന്റെ അച്ഛനാണോ, അങ്ങനെയൊക്കെ. എനിക്ക് വേണ്ടിയാ അമ്മ വീടൊക്കെ മാറുന്നത്. അതൊക്കെ എനിക്കറിയാം. അവസാനം പക്ഷേ എനിക്കാരും കാണില്ല. അപ്പു, കരയില്ലടാ. അപ്പു, അപ്പു, കരയാതെ. അപ്പു, ഞാൻ കൊറേ കള്ളങ്ങൾ കാണിച്ചു, ഒരുപാട് കള്ളം പറഞ്ഞു. പക്ഷെ അതൊരു നല്ല കാര്യത്തിനാ. അച്ഛനെ അമ്മയെ ഒന്നിപ്പിക്കാൻ, അവരൊന്നിച്ച് താമസിക്കാൻ. ഞാനിപ്പോ അച്ഛനെ അമ്മയും പിടിച്ച് സത്യം ചെയ്യാം. ഞാൻ എന്ത് ചെയ്യും? ജീവിച്ചിരിക്കുമ്പോ നിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഞങ്ങള് സമ്മതിക്കില്ല. നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. ജീവിക്കുന്നല്ല, അതിനപ്പുറത്തും ആള് വന്നോട്ടെ, ഞങ്ങളുണ്ട് കൂടെ.
ഞങ്ങൾക്കേ ഈ ലോകത്തിൽ ഒറ്റ അനിയനല്ലേ ഉള്ളൂ. അത് ഞങ്ങളുടെ അപ്പുക്കുട്ടനാ. ആ, നീ ഓരോ പ്രാവശ്യം ഫോൺ ചെയ്യുമ്പോഴേ നിന്നെ കുറിച്ച് പറയുന്നത് കേൾക്കണോ? കേക്കണം. അപ്പുന് വിഷമം ഉണ്ടാക്കരുത്. അവനെനിക്ക് ഒരുപാട് ഇഷ്ടമാ. അവനെ എപ്പോഴും ശ്രദ്ധിക്കണേ. അവനൊരു പാവോ. ഞാനില്ലാത്തൊരു ഫീല് നീ അവന് വരുത്തരുത്. അവനൊരു പാവോ. എനിക്കവനെ ഒരുപാട് ഇഷ്ടമാ. അപ്പുന് സന്തോഷായോ? സത്യം അപ്പു, മുമ്പ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എനിക്കൊരു അനിയനോ ചേട്ടനോ ഉണ്ടായിരുന്നെങ്കീന്ന്. അന്ന് ആഗ്രഹിച്ചത് ഇന്ന് കിട്ടി. നീ എന്റെ അല്ല, ഞങ്ങളുടെ അനിയനുമാണ് ചേട്ടനുമാണ്. എനിക്കൊരു ചേച്ചിക്ക് പകരം 2 ചേച്ചിമാരായി. അതും ഒരുപോലുള്ള ചേച്ചിമാര്. ചേച്ചി, എന്താ അപ്പോ? അടുത്തൊരു മാസത്തേക്ക് ഞാനാ ഈ വീടിന്റെ ഗൃഹനാഥൻ. ഒരു വീട്ടിലെ കാര്യങ്ങൾ ശരിയാക്കേണ്ട ആളല്ലേ ഗൃഹനാഥൻ? അതെ. അപ്പൊ അടുത്തൊരു മാസത്തിനകം ജീവസാറിനെ അമ്മയെ ചേച്ചിമാരെ ഞാൻ ഒന്നിപ്പിക്കും. സത്യാണോ? സത്യം. ചേച്ചി നോക്കിക്കോ. ഇപ്പൊ എനിക്ക് നല്ല രസം തോന്നുന്നു, ഒരു ഉത്സാഹം തോന്നുന്നു. കൊറേ ദിവസായിട്ട് ഞാൻ നല്ല വിഷമത്തിലായിരുന്നു. അതൊക്കെ ഇപ്പൊ മാറി. എനിക്കിപ്പോ വലിയ സന്തോഷായപ്പോ ഞാനും തീയും ചേർന്നേ നിന്റെ വിഷമങ്ങളും മാറ്റും. അപ്പൊ ഇനി ഏത് കാര്യത്തിനും നമ്മൾ 3 പേരും ഒരുമിച്ച് ഒറ്റക്കെട്ട്. അതെ, നമ്മൾ ഒറ്റക്കെട്ടായി എല്ലാം കണ്ടുപിടിക്കും, എല്ലാം സോൾവും ചെയ്യും. അതിനു മുൻപേ എനിക്കൊരാളോട് ഒന്ന് സംസാരിക്കണം. ദിയ ചേച്ചി ഒന്ന് വിളിച്ചേ. എന്തിനാപ്പോ? ഒക്കെയുണ്ട്. എന്നെ കുറിച്ച് നമ്പറൊക്കെ ഇട്ട് പറ്റിച്ചതല്ലേ. ചേച്ചി ഒന്ന് വിളി. ജീവ, നമ്മൾ ഇതുവരെ എഴുതിയിടത്തോളം സീൻസ് മോക്കൂടി വായിച്ച അഭിപ്രായം ചോദിച്ചാലോ? അത് നല്ലൊരു ഐഡിയ. മോളുടെ മാറിയ രീതികൾ വെച്ച് അത് നമ്മുടെ ഇപ്പോഴത്തെ സബ്ജക്റ്റിന് ഗുണം ചെയ്യും. എന്തു പറയുന്നു? അച്ഛാ, അതൊക്കെ അച്ഛനും അങ്ങളും ചെയ്യുന്നതല്ലേ നല്ലത്? അതെന്താ ഒരു ഒഴിഞ്ഞു മാറ്റം? ഫാമിലി സബ്ജക്റ്റ് ആയതുകൊണ്ടാണോ? അതല്ല, ഫാമിലി സബ്ജക്റ്റ് അല്ലേ എപ്പോഴും നല്ലത്. അതാണ്. പിന്നെ നാളെ മോളുടെ ടേസ്റ്റിന് പറ്റിയ മാസ് മൂവിയുടെ അഡ്വാൻസ് കൊടുക്കാൻ പ്രൊഡ്യൂസർ വരുന്നുണ്ട്. ശരിയാണല്ലോ. പിന്നെ മോളെ, നാളെ പതിവ് പോലെ നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് മോളെ അഡ്വാൻസ് വാങ്ങേണ്ടത്. അതുപോലെ പുള്ളിക്കാരന് മോളെ ഒന്ന് പരിചയപ്പെടണമെന്നും മോളുടെ അഭിപ്രായം കേൾക്കണമെന്നുണ്ട്. അല്ല, അഡ്വാൻസ് ഞാൻ വാങ്ങാനോ? ചുമ്മാ നമ്പർ ഇടാതെ. നമ്പറൊക്കെ ഭുവനോട് മതി കേട്ടോ. അച്ഛാ, ഞാൻ നീയല്ലേ അഡ്വാൻസ് വാങ്ങുന്നത്? നീയല്ലേ കഥ കേട്ട് അഭിപ്രായം പറയേണ്ടത്, തിരക്കഥ വായിക്കേണ്ടത്? എങ്ങനെയാ അഡ്വാൻസ് വാങ്ങുന്നത്? എന്താ ഈ സംഗതി?
സിനിമയ്ക്ക് അഡ്വാൻസ് വാങ്ങുന്നത്? പ്രൊഡ്യൂസർ വരുമെന്ന് പറഞ്ഞു. ആ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അവിടെ എന്തേലും സംശയമുണ്ടോ? ഇവിടെ സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഭൂനങ്ങള്, അങ്ങളെ ഞാനൊന്ന് പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അവിടെയോ? ഇവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ആരാ സംസാരിച്ചത്? എന്താ പറഞ്ഞേ? പറയുന്നത് കേട്ടില്ലേ? ഇവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ തീരെ അറിഞ്ഞിട്ടില്ല. ഹലോ ഹലോ. പാവം പേടിച്ചുപോയി. ചേച്ചി ഒന്നും കൂടി വിളിച്ചേ. ഹലോ, ഞാനോ അപ്പു. അപ്പൊ ചേച്ചി പേടിക്കണ്ട, ചേച്ചി ടെൻഷൻ ആവണ്ട. ഒക്കെ റിയ ചേച്ചി പറഞ്ഞു. ഇനി ഒരിക്കലും കുറ്റം പറയില്ല. ചേച്ചി വിഷമിക്കണ്ട. ചേച്ചി അവിടെ നിക്ക്. നമുക്ക് കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തി എടുക്കാം. അപ്പോ ഏയ് ചേച്ചി വിഷമിക്കണ്ടെന്നേ. അപ്പോ ഞാൻ നിന്നോട് കള്ളം കാണിച്ചെന്ന് തോന്നുന്നുണ്ടോ? ചേച്ചി ഒരു കള്ളം കാണിച്ചിട്ടില്ല. റിയ ചേച്ചി ആദ്യം കാറി കയറിയപ്പോ തന്നെ എനിക്ക് തോന്നി ഇത് ദിയ ചേച്ചി അല്ലെന്ന്. ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, സന്തോഷത്തോടെ ഇരിക്കെ. ഇപ്പൊ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുന്നു. അപ്പോ നിനക്ക് തോന്നില്ലേ ഈ ചേച്ചിയെ കാണണമെന്ന്? ഏയ് ഞാൻ എന്റെ മനസ്സിലിരുന്ന് കാണുന്നുണ്ട്. ആണോ? ഞാനും എപ്പോഴും നിന്നെ കാണുന്നുണ്ട്. ഞാനും റിയ ചേച്ചിയും കൂടി എല്ലാം പ്ലാൻ ചെയ്യാം. എന്നിട്ട് എല്ലാം ചേച്ചീനെ അറിയിക്കും കേട്ടോ. ശരിയപ്പോ. അപ്പോ നിനക്ക് ചേച്ചിയോട് ദേഷ്യം തോന്നല്ലേ? അയ്യോ ദേഷ്യോ? ചേച്ചി സൂപ്പർ അല്ലേ? സൂപ്പർ. ഒന്നുകൂടി പറയപ്പോ. ചേച്ചി സൂപ്പറാ, 1000 വട്ടം സൂപ്പറാ. ചേച്ചി സൂപ്പറാ. അപ്പോ നീ പറയുന്ന കേട്ടപ്പോ ഈ നിമിഷം അങ്ങ് വരാൻ തോന്നാ. ആ, നമ്മുടെ കൃഷികളൊക്കെ എങ്ങനെയുണ്ട്? ആ റിയ ചേച്ചിക്ക് ഇനി വേണം ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ. ദിവസവും വെള്ളം ഒഴിക്കണം. വെണ്ടയ്ക്കയും കത്തിരിക്കയൊക്കെ വലുതാവുമ്പോ ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കണം. കഴിഞ്ഞ ജന്മത്തിൽ ഏതോ കൃഷിക്കാരനോട് സംസാരിക്കുകയാണ്. ശരി ചേച്ചി, ഞാൻ റിയ ചേച്ചിക്ക് കൊടുക്കാം. എന്നാ, അതെ, ഞാൻ ഫോൺ കട്ട് ചെയ്യാം. ബാക്കി പിന്നെ പറയാം. ആ റിയേ, എല്ലാം വളരെ സൂക്ഷിച്ചോണം. ഒന്നും ആരും അറിയരുത്. ഇവിടെ അറിയ, അവിടെ അറിയ. ഇതിപ്പോ ആത്മാവ് തന്നെ. ഇല്ലെന്നേ. ശരി, ഓക്കെ ഓക്കെ, ശരി. ഈശ്വര, എല്ലാം കേട്ടു. രക്ഷപ്പെട്ടേ പറ്റൂ. മോളെ, മോളാരോടെ സംസാരിച്ച്? എന്റെ ഒരു കൂട്ടുകാരിയോട്. അവളുടെ പേരും റിയാനാ. കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങൾ ഒരുമിച്ചാ കൃഷിയൊക്കെ ചെയ്തിരുന്നത്. ഭുവനങ്ങളുടെ ഞാൻ പറയുന്നതൊന്നും വിശ്വാസാവുന്നില്ലെന്ന് തോന്നുന്നു.
വിശ്വാസമാണ്, എനിക്കെല്ലാം വിശ്വാസമാണ്, ഞാൻ എല്ലാം വിശ്വസിക്കും. പക്ഷെ എവിടെയോ എന്തോ ഒരു തകരാറുണ്ട്. എന്താ? അല്ല, ഈ വീട്ടിൽ വേറെ ആർക്കും ഒന്നും മനസ്സിലാവാത്ത എന്താ? അതാ എന്റെ സംശയം. എന്തായാലും കൂടുതലൊന്നും സംശയിക്കണ്ട. ദുർഗാഷ്ടമി ദിവസമാണ് വരാൻ പോകുന്നത്. இன்னைக்கு துர்காஷ்டமி. உன்னை நான் கொன்னு உன் ரத்தத்தை குடிச்சு ஓக்கார நடந்து விடுவேன். മോളെ, എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ പോവാ. പക്ഷെ എന്നെ വെറുതെ സംശയിച്ചു നടന്ന ഞാൻ ഉപദ്രവിക്കും. ഇല്ല, ഒരു സംശയമില്ല. എല്ലാ സംശയം മാറി, പൂർണ്ണമായിട്ട് മാറി. കാവ്യ, എന്തുപറ്റി? സമയം എത്രയായി ശ്രീ? എന്താ ഉറങ്ങിപ്പോയോ? നിന്നു ഇരുന്ന് സമയം പോകുന്നില്ല. മനസ്സും ചിന്തകളും പോലെ സമയവും നിശ്ചലമായ പോലെ. അപ്പുവിന്റെ സംശയങ്ങൾ മുന കൂടിക്കൂടി എന്നെ കൊത്തി വലിക്കുന്നത് പോലെ തോന്നുന്നു. ഒരേ കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന അത് സ്ട്രെയിൻ ഉണ്ടാക്കും. അത്തരം ഒരു സ്ട്രെയിനാണ് ഇപ്പൊ തനിക്ക്. അല്ല ശ്രീ, ദിയമോളെ പോലെ ഒരാളുണ്ടെന്ന് അപ്പു വിശ്വസിക്കുന്നുണ്ട്. അതാ അവൻ ഇരട്ടകളെ കുറിച്ച് ചോദിക്കാൻ കാരണം.